ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ മറക്കാനാണല്ലേ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയിൽ വിതുമ്പി ബന്ധുക്കളും നാട്ടുകാരും. 2ാം വാർഷിക ദിനത്തിൽ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥന നടന്നു. ചൂരൽമലയിലും കൽപ്പറ്റ ടൗൺഷിപ്പിലും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 2ാം വാർഷികത്തിലും അതിവൈകാരികമായ രംഗങ്ങളാണ് ഹൃദയഭൂമിയിലും ടൗൺഷിപ്പിലുമെല്ലാം ഉണ്ടായത്. എല്ലാവരും അതിജീവനത്തിന്റെ പാതയിലാണെങ്കിൽ കൂടി ഉറ്റവരുടെ ഓർമ്മയിൽ ഇന്നും പലരും വിതുമ്പി. രാവിലെ ചൂരൽമല ബെയിലി പാലത്തിന് സമീപത്താണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ദുരന്തത്തിൽ വിടവാങ്ങിയ വെള്ളാർമല ഹൈസ്കൂളിലെയും മുണ്ടക്കൈ LP സ്കൂളിലെയും 52 വിദ്യാർത്ഥികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളും ചൂരൽമലയിലെത്തിയിരുന്നു. അവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് എല്ലാവരും പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക് എത്തിയത്. ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവരും ജാതിമത ഭേദമന്യേ അന്തിയുറങ്ങുന്ന ഹൃദയഭൂമിയിലും ബന്ധുക്കൾ രാവിലെ മുതൽ തന്നെ എത്തിത്തുടങ്ങിയിരുന്നു. ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ഹൃദയഭൂമിയിൽ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു. മന്ത്രിമാരായ T. സിദ്ദിഖും AP അനിൽകുമാറും ഹൃദയഭൂമിയിലേക്ക് 10 മണിയോടെ എത്തി. അവിടെ അന്തിയുറങ്ങുന്ന കുഞ്ഞ മക്കളുടെ കല്ലറയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് മന്ത്രിമാർ സർവമത പ്രാർത്ഥനയ്ക്കായി പോയത്. സർവമത പ്രാർത്ഥനയിൽ ദുരന്തബാധിതരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ ജനപ്രതിനിധികളും മറ്റ് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമെല്ലാം സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ പ്രതീകമാണ് ഈ ടൗൺഷിപ്പ്. ദുരന്തത്തിൽ അതിജീവിച്ച മനുഷ്യർ അവരുടെ തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ ഇന്നും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ദുരന്തത്തിൽ പൊരിഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അവർ പുഷ്പാർച്ചന നടത്തി. അവരുടെ ഉറ്റവരെ ഓർക്കുമ്പോൾ വീണ്ടും വിങ്ങിപ്പൊട്ടി. ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത നോവ് തന്നെയാണ് ആ ഓർമ്മകൾ. കറുത്ത ഓർമ്മകളുടെ ആഘാതത്തിലും തിരിച്ചു വരാനൊരുങ്ങുന്ന മനുഷ്യർ. നമുക്ക് എന്ത് തന്നാലും എന്ത് കിട്ടിയാലും ആ ഒരു സ്നേഹം ഇനി ഒരിക്കലും ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവൂല. അവരെന്ന് ഒരു നിമിഷം നമുക്ക് എന്തൊരു സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും ഞങ്ങൾ അവരെ ചേർത്ത് ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കും. അരുൺ അമൃതനാഥിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.